ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രണവിൻ്റെ കാല് പിടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശിവാനി. പ്ലീസ് പ്രണവ്, എനിക്ക് തെറ്റുപറ്റി, എൻ്റെ തെറ്റെനിക്ക് തിരുത്തണം, അതുകൊണ്ട് തന്നെ നീ എന്നോട് ക്ഷമിക്കില്ലേ എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് പ്ലീസ് എനിക്ക് തെറ്റുപറ്റി തിരുത്തണമെന്നൊക്കെ പറയുമ്പോൾ പ്രണവ് പറയണേ, ഈ ഒരു തെറ്റിന് ഞാൻ തിരുത്തു തന്നാൽ തീർച്ചയായും നീ വലിയൊരു ഫ്രോഡായി മാറും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇതിന് നിനക്ക് തിരുത്തില്ല. 2 കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞല്ല 2 കുഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് നീ എന്നെ കപടമാക്കിയത്, നീ എന്നെ പറ്റിച്ചത്. ഇതൊക്കെ എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞ് പ്രണവ് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ ഓടി വന്ന് പ്രണവിൻ്റെ കാല് പിടിക്കുമ്പോൾ പ്രണവ് ആ കാല് പിടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. പ്രണവ് അങ്ങ് ചവിട്ടി മാറ്റി അവിടെ നിന്നും പ്രണവ് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇതേ സമയം ആകെ ഭയപ്പാടോടുകൂടി ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആകെ അന്താളിപ്പോടുകൂടി അങ്ങ് പുറത്തു വരുമ്പോൾ താൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് പുറത്ത് സംഭവിച്ചത് എന്ന് ശിവാനി അറിയുന്നു കേട്ടോ. അങ്ങനെ ശിവാനി, അമ്മേ ഇത് കേട്ടോ, പ്രണവ് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും നിധിയുടെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ ശിവാനി. എന്നിട്ട് പറയണേ, നിധി നീ എന്നെ രക്ഷിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ. ഈ സമയം കെഞ്ചി കരയുന്നത് കാണുമ്പോൾ അത്രങ്ങ് ദഹിക്കില്ല. അങ്ങ് നിധിക്ക് കേട്ടോ, നിധി നീ എന്നെ രക്ഷിക്കേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് വീണ്ടും പ്രണവിൻ്റെ മുന്നിൽ, പ്രണവ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് തെറ്റ് പറ്റി, അതെൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതിനൊക്കെ ഒരു കാരണമുണ്ട് എന്നൊക്കെയുള്ള ആ വാക്ക് പറയുമ്പോൾ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ തനിക്കത് അംഗീകരിക്കാൻ പ്രണവിന് കഴിയുന്നില്ല കേട്ടോ. ഇതേ സമയം പ്രണവ് പറയണേ, ഏട്ടാ ഇനി അധികം വൈകിക്കരുത്, പെട്ടെന്ന് ഏട്ടൻ പോലീസിനെ വിളിക്ക്, ഇവളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം, ഇവളെന്ന പെണ്ണ് ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് പോലീസിനെ വിളിക്കട്ടാ. ഏട്ടൻ എന്ത് കാണാനാണ് നിൽക്കുന്നത്? ഇനി ഇവളെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനൊരു ക്രിമിനലായി മാറും, ഞാൻ ഇവളെ കൊല്ലേണ്ടി വരും, അത്രയും വലിയൊരു വഞ്ചനയാണ് ഇവളെ എന്നോട് ചെയ്തിരിക്കുന്നത്, ഏട്ടൻ എന്ത് കാണാനാണ് നിൽക്കുന്നത്? പ്ലീസ് ഏട്ടാ പോലീസിനെ വിളിക്കുമെന്ന് പറയണ കേട്ടോ. ഇതേ സമയം രേണുക ഓടി വന്നിട്ട്, മോളെ നിധി നമ്മുടെ മോളല്ലേ, നിൻ്റെ അമ്മാവൻ്റെ മകളല്ലേ ഈ നിൽക്കുന്നത്, ഒരിക്കലും നീ അങ്ങനെയൊന്നും ചെയ്യലല്ലേ, അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. പ്രണവ് അവൾക്ക് തെറ്റ് പറ്റി, അത് ശരി തന്നെ, ആ തെറ്റ് നീ തിരുത്ത്. അത് കേൾക്കുന്ന പ്രണവ് ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങളുടെ മകൾക്ക് പറ്റിയ തെറ്റ്? ഇതൊരു തെറ്റ് എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? ഇത് തെറ്റല്ല. ലോകത്തെ എല്ലാവരും എത്ര പേരെ വഞ്ചിച്ചാണ് നിങ്ങളുടെ മകൾ എന്തെല്ലാം ചെയ്തു കൂട്ടി, ഇതങ്ങനെ ക്ഷമിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇതിന് ഇവൾക്ക് തിരിച്ചടി കൊടുക്കണം. അത് കേട്ട ഉടനെ വീണ്ടും രേണുക, നിധി നിൻ്റെ അമ്മാവൻ്റെ മകളല്ലേ ഈ നിൽക്കുന്നത്, നിന്നെ ഒന്നല്ലെങ്കിൽ വളർത്തി വലുതാക്കിയതല്ലേ, നീ അത് ആലോചിക്കണം, ഇങ്ങനെയൊന്നും പറയൽ നിധി, പ്ലീസ് ദയവ് ചെയ്ത് നിധി നീ ഒന്ന് പറയുന്നത് കേൾക്ക്, നിൻ്റെ അമ്മാവൻ്റെ മകളാണ്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയണം കേട്ടോ. ഇതേ സമയം നിധിക്ക് അവിടെ ഒരു അഭിപ്രായം പറയാൻ കഴിയാതെ നിധി ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നിധി ആണെങ്കിലോ അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു ഇതിലാണ്. തൻ്റെ അമ്മാവൻ്റെ മകളെ ഒരു പോലീസ് പിടിക്കുന്നത് തനിക്ക് അത് വിഷമം തന്നെ, പക്ഷേ ഇവളെപ്പോലെ ഒരു താടക ഇനി പുറം ലോകത്ത് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് അതിലും വലിയ തിരിച്ചടിയാണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും രേണുക, പ്ലീസ്. അപ്പോഴേക്കും ശിവാനി വന്നിട്ട്, നിധി നീ എന്നെ രക്ഷിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയണേ, ഇതുപോലെ പല തവണ നിൻ്റെ കാൽ കീഴിൽ ഞാൻ കെഞ്ചി കരഞ്ഞിട്ടുണ്ട്, നീ എന്തെല്ലാം തെറ്റിൻ്റെ പേരിലാണ് നീ എന്നെ ജയിലിൽ കടത്തിയത്, അതുകൊണ്ട് എന്നോട് അമ്മായി അങ്ങ് ക്ഷമിച്ചേക്ക്, ഇതിൽ അമ്മാവനെ എന്നുള്ളത് എനിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചടി നൽകിയിരിക്കും, ഇവൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഈ ശിക്ഷ തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്നു കേട്ടോ. ഇവളെ പോലീസ് പിടിക്കട്ടെ, ഇത് തന്നെയാണ് ഇവൾക്ക് വേണ്ടത് എന്ന തീരുമാനം പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ അത്ര അങ്ങ് വല്ലാതെ ഗൗതമിന് കഴിയില്ല കേട്ടോ. അങ്ങനെ ഗൗതം പറയാണ്, വേണ്ട പ്രണവ്, ഇവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കൊന്നും വേണ്ട. അത് കേൾക്കുന്നതിനോടുകൂടി ശിവാനിക്കൊരു ആശ്വാസമാവണം കേട്ടോ. അപ്പോൾ അതിലൊരു അർത്ഥമുണ്ടെന്ന് നിധിക്കും തോന്നണം. അപ്പോൾ എന്താണ് ഇവളെ പോലീസിനെ പിടിക്കേണ്ടെന്ന് ഏട്ടൻ പറഞ്ഞത്? ഇവൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇവളിനി പോലീസിൽ കിടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റായി മാറും, ഇവൾ ഇതിലും വലുത് ചെയ്തു കൂട്ടുമെന്ന് പറയണം കേട്ടോ. അത് കേട്ടോണ്ട് തന്നെ ഗൗതം പറയണേ, അതിന് പ്രണവ് ഇവളെ പോലീസ് പിടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നല്ല, പോലീസിനെ പിടിച്ചു കഴിഞ്ഞാൽ പലവരും ഇവളെ രക്ഷിക്കാനുണ്ടാവും. അത് കേൾക്കുന്ന നിധി, അത് ശരിയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ പല ആളുകളും ഇവളെ രക്ഷിച്ചെടുക്കാനുണ്ടാവും, അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ലാത്ത വിധം ഇവളെ ഇട്ട് കൊടുക്കണം എന്നുള്ള തീരുമാനം വസുന്ധരയെ അർത്ഥമാക്കിയാണ് കേട്ടോ പറയുന്നത് നിധി. അപ്പോൾ ഗൗതമും അത് തന്നെ അർത്ഥമാക്കി പറയുന്നത്. അപ്പോൾ ഏട്ടൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, ഇവള് ഇനി പോലീസിൽ നീ ഒരുപക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഇവളെ എങ്ങനെയെങ്കിലൊക്കെ ഇവളെ പുറത്തിറക്കാൻ പലവന്മാരുണ്ടല്ലോ, അങ്ങനെ പുറത്തിറക്കി കഴിഞ്ഞാൽ ഇവൾ പുറത്തോട്ട് വരും, പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് ഇത് തന്നെ സംഭവിക്കും, നിൻ്റെ ജീവിതത്തിലോട്ട് ഇവൾ എങ്ങനെയെങ്കിലും ഇടം പിടിച്ച് കയറി വരും.
അതുകൊണ്ട് തന്നെ ഇവൾ നിൻ്റെ ജീവിതത്തിൽ കയറി വരണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന കേസ് വേണ്ടെന്ന് വെച്ച് നിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇവളെ ഇങ്ങ് ഒഴിവാക്കാമെന്ന് പറയണേട്ടോ. അത് കേൾക്കുന്ന നിധി പറയണത് ശരിയാണ് പ്രണവ്, നീ അത് ചെയ്തോ, ഇവളെ അങ്ങ് ഒഴിവാക്കുക, ഇവളുടെ പേരിൽ കേസ് കൊടുക്കേണ്ട, കേസ് കൊടുത്തിട്ട് ഇവളെ കൊടുക്കുന്നില്ല, നമുക്കിപ്പോൾ തൽക്കാലം ഇവളെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക വേണ്ടത്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ ജയിലിൽ പോകും, അത് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇവളെ രണ്ടാമത് രണ്ടിൻ്റെ എന്ന് പറയുന്നത് പോലെ രക്ഷിച്ചെടുക്കാം പല ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇവൾ രക്ഷപ്പെട്ട് പുറം ലോകത്തോട്ട് വരികയല്ലേ, അപ്പോൾ അത് നമുക്ക് ആപത്തല്ലേ. അപ്പോൾ വീണ്ടും നിൻ്റെ ജീവിതം ഇവൾ നായ നക്കിയതിനേക്കാൾ കൂടുതലായി ഇവൾ ഇട്ട് ബുദ്ധിമുട്ടിക്കും പ്രണവ്. അതുകൊണ്ട് നിനക്ക് ഇനി ഈ പെണ്ണെന്ന് പറയുന്നത് വേണ്ട. അപ്പോൾ അത് കേൾക്കുന്ന ശിവാനിക്കാകെ പേടി വരികയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടർ നിങ്ങളും അറസ്റ്റിലാവും, നിങ്ങൾ ഈ ഒരു ഇത് ചെയ്താൽ നിങ്ങൾ അറസ്റ്റിലാക്കണം എന്ന് പ്രണവ് പറയട്ടോ. അപ്പോൾ പ്രണവ് ഇത് പറയുമ്പോൾ ഡോക്ടർ പറയണം, ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, തെറ്റ് എനിക്ക് പറ്റി, പണത്തിനോടുള്ള ആർത്തി കൊണ്ട് തന്നെ ഞാൻ പല തെറ്റും ചെയ്തു, പക്ഷേ ഈ ഒരു തെറ്റ് എനിക്ക് ലാസ്റ്റ് തെറ്റാണ്, ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല, ഞാൻ നല്ലൊരു ഡോക്ടറായി നല്ലൊരു ഗൈനക്കോളജിയായി ഞാൻ ഇനി മുന്നോട്ട് പോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ നിധിയുടെ മുന്നിൽ അവരിങ്ങനെ കെഞ്ചി പറയാൻ കേട്ടോ. ആ സമയം അവിടെ പ്രണവാണെങ്കിലോ ഇത് യാതൊരു കാരണവശാലും അങ്ങനെ പറ്റത്തില്ല, പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രണവ് തൻ്റെ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ ശിവാനി വീണ്ടും കരയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി വന്നിട്ട്, മോളെ നിൻ്റെ അമ്മാവന് അറ്റാക്കായി മരിക്കും, അത് നീ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണം, ശരി, എന്നാൽ ഞങ്ങൾ പറയുന്നത് പോലെ നിനക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ശിവാനിയോട് ചോദിക്കുക. കേട്ട ശിവാനി ശരിയെന്ന് പറയണം. ഇനി പ്രണവിൻ്റെ ജീവിതത്തിൽ ഈശ്വരമംഗലത്ത് നിനക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് എഴുതി ഒപ്പിടാൻ പറ്റുമോ, നീ പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഡിവേഴ്സായി പോകുന്നു ആ എഴുതി ഒപ്പിടാൻ നിനക്ക് കഴിയുമോ എന്ന് പറയുമ്പോൾ ശിവനെ ആകെ ഞെട്ടിപ്പോകണേട്ടാ. ഈശ്വര, അത് തന്നെ കൊണ്ട് കഴിയില്ല, ഒരിക്കലും ഈശ്വരമംഗലം ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല, അത് കഴിയില്ല, പ്രണവില്ലാതെയല്ല, ഈശ്വരമംഗലത്തെ സ്വത്തും പ്രതാപവും ഒക്കെ തനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് ആപത്താണ്, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, അത് പറ്റത്തില്ല എന്നുള്ള ആ ഒരു മനസ്സിൽ ആ ഒരു ധാരണ വരണേട്ടാ. അങ്ങനെ ഈ സമയം എന്താ നിന്നെക്കൊണ്ട് പറ്റത്തില്ലേ. അപ്പോഴേക്കും അവിടെ ഡോക്ടർ പറയണേ, ശിവാനി നീ ഒപ്പിട്ട് കൊടുക്ക്, ഇവിടെ പോലീസ് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ജോലിക്ക് അത് ബാധിക്കും, എനിക്ക് എൻ്റെ കുടുംബത്തെ, നിനക്ക് വേണ്ടിയല്ല ഞാനിതൊക്കെ ചെയ്തത്. അപ്പോഴേക്കും രേണുക, മോളെ അതെ പോലീസിൽ പിടിക്കണ്ട, നിന്നെ പോലീസിന് പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതിന് ശിക്ഷ കിട്ടും, അതുകൊണ്ട് എൻ്റെ മോള് തൽക്കാലം ഇവർ പറയുന്ന പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുക. അത് കേട്ട ഉടനെ തന്നെ പ്രണവ് പറയും, ഏട്ടാ എന്തിനാണ് ഈ ഒപ്പിടൽ, അവളെ പോലീസിന് പിടിച്ചു കൊടുക്കുക, അവൾ ജയിലിൽ പോട്ടെ, ജയിലിൽ കിടന്ന് അവൾ അരിയുണ്ട തിന്നുമ്പോഴാണ് അവൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചതിൻ്റെ വേദന എന്തെന്ന് അറിയാൻ കഴിയുള്ളൂ. ഏട്ടത്തിയെ അവൾ ജയിലിൽ കിടത്തിയില്ലേ, അതുപോലെ പീഡനം അവളും അനുഭവിക്കട്ടെ. അപ്പോഴേക്കും അവിടെ നിധി പറയണേ, ശരിയാണ്, എൻ്റെ അമ്മാവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, ഇവളെപ്പോലെ ഒരു മകളെ അമ്മാവൻ ജന്മം നൽകി എന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് എൻ്റെ അമ്മാവൻ ചെയ്തിട്ടുള്ളൂ, ഇവളെ ഒരുപാട് സ്നേഹിച്ചു, ഈ അമ്മായി എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളൊക്കെ ചെയ്തു, അതുകൊണ്ട് ഈ പറയുന്നത് പോലെ തന്നെ ഇനി യാതൊരു ഇതുമില്ല, എന്തായാലും വേണ്ടില്ല, നമുക്ക് ഈ പറയുന്നത് പോലെ ഇവളെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കാമെന്ന് പറയട്ടോ. അപ്പോഴേക്കും ശിവാനിയുടെ മനസ്സിങ്ങനെ താളം തെറ്റി തുടങ്ങാണ്. ശിവാനിക്ക് ഒപ്പിടുക എന്നുള്ളത് അത് തൻ്റെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. അതിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം, നീ എന്താടി നോക്കി നിൽക്കുന്നത്, നീ ഒപ്പിടുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ പറയണം, ശിവാനി ഞാൻ നീ ഒരു സഹായം വന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ഞാൻ ആ ഒരു സഹായം ചെയ്തു തന്നു, അന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, പ്ലീസ് ദയവ് ചെയ്ത് നീ എന്നെ രക്ഷിക്കൂ, തൽക്കാലം നീ ഇപ്പോൾ ഇതിൽ നിന്ന് ഒപ്പിട്ട് കൊടുക്ക്, തൽക്കാലം പ്ലീസ് ദയവ് ചെയ്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഇത് പറയുമ്പോൾ ഉടൻ തന്നെ ശരി എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ട് പിന്നീട് പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അങ്ങനെ ശിവാനി ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ശിവാനി പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കണം. പക്ഷേ പ്രണവാകെ തകരും കേട്ടോ. പ്രണവിന് 2 മക്കളുണ്ട് എന്നുള്ള ആ സന്തോഷത്തിൽ 6 മാസമാണെങ്കിലും അടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തനിക്ക് ആ കുഞ്ഞിൻ്റെ രൂപം പോലും താൻ ആ കുഞ്ഞിൻ്റെ പേര് പോലും മനസ്സിൽ ശിവാനി പറഞ്ഞു കൊടുത്തതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇനി നെക്സ്റ്റ് വരാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആരും വിചാരിക്കുന്നത് പോലെ സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്ന് ശിവാനിയെ ഒഴിവാക്കുന്ന ആ എപ്പിസോഡ് തന്നെയാണ് നമുക്ക് മുന്നിൽ ഇനി അന്നും നാളെയൊക്കെ കാണുന്നത്. പിന്നെ ഇത് പറയുമ്പോൾ ചിലവർക്ക് ഇത് ഇംഗ്ലീഷായിട്ട് വോയിസ് കേൾക്കുന്നു എന്ന് കമൻ്റ് ഇടുന്നത്, അതിന് നിങ്ങളെന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നതിൻ്റെ മുകളിലായിട്ടൊരു സെറ്റിങ്സ് ബട്ടൺ ഉണ്ടാവുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ട്രാക്ക് കാണും. അത് പിന്നീട് ഇംഗ്ലീഷിലാണ് നിങ്ങളുടെ മൊബൈൽ കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ മലയാളത്തിലാക്കി കഴിഞ്ഞാൽ മലയാളമാവും. ഇംഗ്ലീഷിൽ കേൾക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ആവും കേട്ടോ. അത് ഓട്ടോമാറ്റിക് അങ്ങനെ ആവുന്നതാണ്.